ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ചുരുങ്ങിയ ചെലവിൽ നമ്മുടെ കോഴികൾക്ക് വേണ്ട തീറ്റ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. അതുപോലെ എൻ്റെ ചാനലൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഭക്ഷണങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ബയോപോട്ടാണ്. അതിൽ നിന്നുള്ള ലൈവ് ഫുഡാണ് ഈ കാണുന്നത്. ഇത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം കോഴികൾക്ക് കൊടുക്കാൻ. ഇത് നല്ല ഗ്രോത്ത് കോഴികൾക്ക് ഉണ്ടാവാനും അതുപോലെ നല്ല പ്രതിരോധ ശേഷിയും കോഴികൾക്ക് ഈ ഭക്ഷണം കൊടുത്താൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് അവർക്ക് കൊടുത്തു നോക്കാം. ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കാണുക. ഇതുവരെ വളരെ ഉത്സാഹത്തോടു കൂടി കഴിക്കുന്നുണ്ട്. ഞാനിതൊരാഴ്ചയിൽ കിട്ടുന്നതിനനുസരിച്ച് 2-3 പ്രാവശ്യം വരെ കൊടുക്കാറുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവും നല്ല പെട്ടെന്ന് തന്നെ വളർച്ച നമുക്ക് കിട്ടും. നമ്മൾ 1 മാസം സാധാ ഫുഡ് കൊടുത്ത് വളർത്തുന്ന കോഴികളെക്കാട്ടിലും ഒരു 1.5 മാസത്തെ വളർച്ച ഈ കോഴികൾക്ക് തോന്നും. അപ്പോൾ ഈ കോഴികളൊക്കെ കാണുന്നത് കറക്റ്റ് 8 ആഴ്ച പ്രായമായ കോഴിക്കുട്ടികളാണ്. അത്യാവശ്യം നല്ല വെയിറ്റും നല്ല ഗ്രോത്തും ഉണ്ട്. അതുപോലെ ഇവർക്ക് നല്ല പ്രതിരോധശേഷി കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സാധാരണ നമ്മൾ വളർത്തുന്ന കോഴികളെക്കാട്ടിലും നല്ല ഉഷാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഫുഡ്. ഇത് നമുക്ക് മറ്റ് പല ജീവികൾക്കും തീറ്റയായിട്ട് നമുക്ക് കൊടുക്കാം. മീനുകൾ അതുപോലെ പക്ഷികൾ അവർക്കൊക്കെ ഇത് നമുക്ക് കൊടുക്കാം. ഇത് നമുക്ക് 1 രൂപ പോലും ഇതിന് മുതൽ മുടക്കില്ല എന്നതാണ് ഈ തീറ്റയുടെ ഒരു ഗുണമേന്മ. കാരണം ഇത് നമ്മളുടെ അടുക്കള വേസ്റ്റിൽ നിന്നും നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റുമായി അതിൽ നിന്നും നമുക്കിതുപോലുള്ള തീറ്റ, ജൈവവളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. ചെറിയ കോഴിക്കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളർച്ച ഉണ്ടാവും. ഇതൊരു 3 ആഴ്ച പ്രായമായ കുട്ടികളാണ്. അവരൊക്കെ അത്യാവശ്യം വലിപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ചിലവ് കുറഞ്ഞ ആദ്യത്തെ ഒരു തീറ്റ ഇതാണ്. കാരണം നമ്മൾ ഒരുപാട് ക്യാഷ് മുടക്കി തീറ്റ വാങ്ങി കോഴി നല്ല എന്ത് സംഭവം ചെയ്യുകയാണെങ്കിലും അത് വിജയകരമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ അടുത്ത തീറ്റ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അടുത്തത് നമ്മൾ കൊടുക്കുന്നത് അവർക്ക് ഇതൊക്കെയാണ്. ഇത് അരി, ഗോതമ്പ് അതൊക്കെ നമുക്ക് വില കുറഞ്ഞ് കിട്ടുന്ന രീതിക്ക് വാങ്ങി വെക്കുക. ഇത് ഞാൻ തന്നെ വീട്ടിൽ പൊടിച്ചെടുക്കുന്നൊരു മിക്സ് തീറ്റയാണ്. ഇതും അതിൻ്റെ കൂടെ കൊടുക്കാറുണ്ട്. അരിയും ഗോതമ്പും ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടാണ് അവർക്ക് കൊടുക്കാറ്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അളവ് കൂടുതലായിട്ട് കിട്ടും. അതുപോലെ അതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണിത്. മുട്ടത്തോട് ഉണക്കി പൊടിച്ച് എടുത്തതാണിത്. ഇത് നമുക്കൊരു ചിലവില്ലാതെ കിട്ടുന്ന സാധനമാണ്. കോഴികൾക്ക് നല്ല കാൽസ്യം കണ്ടൻറ്റ് കിട്ടുന്നൊരു ഫുഡ് കൂടിയാണത്. ഈ ഫുഡ് ഉണ്ടാക്കുന്ന രീതി ഞാൻ ഇനിയൊരു വീഡിയോ ഇടാം. ഇതിലൊരുപാട് ഐറ്റംസ് ചേർത്തിട്ടാണ് ഞാൻ ഈ മിക്സ് പൗഡർ രൂപത്തിലുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും അതിലേക്ക് കുറച്ച് ഈ മുട്ടത്തോട് പൊടിച്ചതും ഗോതമ്പ്, അരി വെള്ളത്തിലിട്ട് കുതിർത്തിയത്
ഇതെല്ലാം ചെറുതായിട്ടൊന്ന് നനച്ച് ഒരു പൊടി പാറാത്ത രൂപത്തിലാക്കിയിട്ടാണ് ഞാൻ ഇവർക്ക് കാര്യമായി ഒന്നോ അല്ലെങ്കിൽ 2 നേരമോ കൊടുക്കാറ്. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഇതുപോലെ ഇല കയ്യിൽ കിട്ടുന്ന നമ്മളെ ഇലകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുരിങ്ങയില, പപ്പായ ഇല, നമ്മുടെ കോസ് അതിൻ്റെ ഇല അതൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വേണം കൊടുക്കാൻ. ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം അതിൻ്റെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വില കൂടിയ ഭക്ഷണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. വൃത്തി അത് 100% നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല വൃത്തിയിൽ വേണം ഭക്ഷണം കൊടുക്കാനും. അതിനുപയോഗിക്കുന്ന പാത്രങ്ങൾ നമ്മൾ ഇടയ്ക്കൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ. എന്നാൽ തന്നെ ഒരു 80% രോഗങ്ങളും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ നമ്മുടെ വീടുകളിൽ വാഴയുടെ കന്ന് ഒരുപാട് വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടാവും. കാരണം അതൊക്കെ നമുക്ക് വെട്ടി ഇവർക്ക് തീറ്റയായിട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മളെല്ലാവരും ഒരു വാഴ കുലച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ അടിയിൽ കന്നുകൾ നിർത്താറുള്ളൂ. ബാക്കി സമയങ്ങളിലൊക്കെ അത് വെട്ടിക്കളയാറാണ് പതിവ്. അപ്പോൾ അത് ഞാൻ ഇവർക്ക് വെട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഇവർക്ക് ഈ ഇല ഭക്ഷണം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ അറിവുകൾ വല്ലതും ഉണ്ടെങ്കിൽ അറിയുന്നവർ താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അതുപോലെ എല്ലാവരും ഇതുപോലെ ചെറിയ രീതിയിൽ നിങ്ങളുടെ വീട്ടിലും നമ്മുടെ ആവശ്യത്തിനുള്ള കോഴികളെ സ്വന്തമായി വളർത്തുക. ഓക്കെ, വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.